ഗൈസ്, അപ്പൊ ഞാൻ ആരംഭിക്കാൻ പോണ ലേറ്റ് ആയി. അപ്പൊ രണ്ടുപേരുടെ ഒരുമിച്ചുണ്ട്. എന്നത്തെ പോലെ തന്നെ ലേറ്റ് തന്നെയാണ് കേട്ടോ. നെയിം സ്ലിപ്പ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പൊപ്പയുടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാഗിലൊക്കെ ഒട്ടിച്ചു കേട്ടാ. ബാഗിനുള്ളത് അതുപോലെ തന്നെ അപ്പോൾ നെയിം സ്ലിപ്പ് ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിയാണ് ഡിസൈൻ ചെയ്ത് തന്നത്. ഇപ്രാവശ്യം ഞാൻ തന്നെ ഹാൻഡ്വെയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയണമെന്നുള്ളവർ ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം എന്തായാലും എല്ലാവരും നെയിം സ്ലിപ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത കൊല്ലമൊക്കെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ പകുതിയൊക്കെ കേടാക്കുമല്ലോ ബുക്കുകളൊക്കെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നെയിം സ്ലിപ്പ് ഒട്ടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഡിസൈൻ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ. നമുക്ക് ആദ്യം പൊപ്പയുടെ നോട്ട്ബുക്സ് ചട്ടയിടാം കേട്ടോ. കാരണം ഞങ്ങൾ ചട്ടയിടാന്ന് പറയാം, കവർ ചെയ്യാം. ഇവിടെ തൃശ്ശൂർക്കാരുടെ ഭാഷയാണ് ചട്ടയിടാന്ന് പറയും. ഇതാ കണ്ടില്ലേ, ഓൺലൈനിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സിന്തറ്റിക് കവറാണ്. ഇത് മഴക്കാലത്ത് നല്ല യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ കവർ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. 5 എണ്ണത്തിന്റെ പാക്ക് നല്ല റീസണബിൾ ആയിട്ട് കിട്ടി കുന്നംകുളം ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന്. പിന്നെ നമ്മുടെ പഴയ മോഡൽ ബ്രൗൺ ഷീറ്റും. അപ്പോൾ ഇവർ രണ്ടുപേരും കുറേ നാളെ എൻ്റെ ബുക്ക് കവർ ചെയ്യുമെന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കൈ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ദിവസമില്ല, ചെയ്യണം. ഇതിപ്പം സ്കൂള് ഓപ്പൺ ചെയ്തു കേട്ടോ. ഞാൻ ആവശ്യമുള്ളത് മാത്രം കവർ ചെയ്ത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പൊപ്പയ്ക്ക്. പിന്നെ നാളേക്കാണ് ഇനി ഫുള്ള് വേണ്ടത്. അപ്പോൾ അത് കവർ ചെയ്യാണ് ഞാൻ ഇരുന്നിട്ട്. ചിന്തയുടെയും കവർ ചെയ്യണം. എല്ലാം കൂടി കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷൻ കഴിഞ്ഞല്ലോ. ഞാൻ ബുക്സ് കവർ ചെയ്യുന്ന സമയം കൊണ്ട് പൊപ്പ നെയിം സ്ലിപ്പ് ഒലിച്ചു തരാനുണ്ട്. പ്രിൻ്റ് എടുത്തതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണം. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ. കഴിഞ്ഞ കൊല്ലം ആൾ തന്നെയാണ് ചെയ്തത് കേട്ടോ. എനിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായി. അല്ലെങ്കിൽ അത്രയും നേരം ഞാനത് ഒലിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും ആൾക്ക് ഉറക്കം വന്നു തുടങ്ങി. ഇനി ഭക്ഷണം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള പണികളാണ്. എല്ലാം കഴിഞ്ഞ് സമാധാനമായിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.